ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര വലിയ സന്തോഷത്തിലാണ്. ശ്രുതിയുടെ ചെറിയച്ഛൻ വിളിച്ച സന്തോഷത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് 2 പേര് വരികയാണ്. അങ്ങനെ ആ 2 പേര് വന്നിട്ട് കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് അവരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പറയുന്നുണ്ട്, ആരെ കാണാനാ, സച്ചിയെ കാണാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, ഈ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ വന്നത് വേറൊന്നല്ല എന്ന് പറയുന്ന സമയത്ത് മനസ്സിലായി, ശ്രുതിയുടെ ചെറിയച്ഛനാണില്ലേ, നിങ്ങൾ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ, എവിടെ ഒറ്റയ്ക്കാണോ വന്നത് എന്നൊക്കെ ചോദിച്ച് വാതോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. അപ്പൊ ആ സമയത്ത് വന്നവർ പറയുന്നുണ്ട്, അതെ നിർത്ത്, നിങ്ങൾ ആരെ കാര്യം പറയണത്, ഞങ്ങൾ വന്നത് വേറൊന്നല്ല, പൈസയുടെ കാര്യം പറയാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് പൈസ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, എന്ത് പൈസയെന്നോ, പലിശയ്ക്ക് പൈസ എടുത്തത് ഓർമ്മയില്ലേ, ആ ഒരു കാര്യം സംസാരിക്കാനാണ്, പലിശ മുടങ്ങിക്കെടുക്കാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ ആകെ ചന്ദ്ര വല്ലാതെ ഒന്ന് പേടിക്കുന്നുണ്ട്. ചന്ദ്ര ഇങ്ങനെ ചുറ്റിനും നോക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോൾ നോക്കിയിട്ട്, അയ്യോ നിങ്ങൾ അവിടെ നിന്നാണോ, ഞാൻ ഉടനെ തന്നെ പൈസ അടച്ചോളാം, നിങ്ങളിപ്പോൾ ചെല്ല് എന്ന് പറയുന്നുണ്ട്. ഇന്ന് തന്നെ അടയ്ക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് തന്നെ ഞാൻ അടച്ചോളാം എന്ന് ചന്ദ്ര പറയാണ്. അങ്ങനെ മറ്റുള്ളവർ കേൾക്കുമെന്നുള്ള ഒരു പേടിയിൽ വേഗം അവരെ പറഞ്ഞയക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ ചന്ദ്ര. അപ്പം ആ സമയത്ത് അവർ പറയാണ്, എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഭയങ്കര ദാഹം, ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നിങ്ങൾക്ക് അപ്പുറത്ത് എങ്ങനെ പോകുമ്പോൾ അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് എങ്ങനെ കുടിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര. അപ്പോൾ പറയാണ്, ഇത് എന്ത് സ്ത്രീയാണിത്, ഇത്തിരി വെള്ളം ചോദിച്ചിട്ട്, എന്നാൽ ശരി ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് ചന്ദ്ര വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് അവിടേക്ക് രവീന്ദ്രൻ വരുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, ആരാണത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആരുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ 2 ആൾക്കാരെ നിന്നിട്ട് നീ ആരുമില്ലെന്ന് പറയാണോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ, അവരോ, അത് വേറൊന്നുമല്ല, അത് അപ്പുറത്തെ വീട്ടിലെ അഡ്രസ്സ് ചോദിച്ച് വന്നതാ, വീട് തെറ്റി വന്നതാ, അവരെന്തോ വാടക വീടിന്റെ കാര്യം സംസാരിക്കാനോ മറ്റോ അങ്ങാണ്ടാണ്, അപ്പുറത്തെ വാടക വീടിനെ കുറിച്ചിട്ട് വന്നത് അങ്ങാണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ നീ എവിടേക്കാ, എന്നിട്ട് അവരെ നിർത്തിയിട്ട് എവിടേക്കാ നീ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ വേഗം വെള്ളം കൊടുക്ക് എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ അവിടെ ഇരുന്ന് പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നൊരു വെള്ളം ഇപ്പോൾ കൊണ്ടുവിട്ടാന്ന് രവീന്ദ്രൻ പറയുന്നു. അങ്ങനെ അവർ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ വളരെ വെപ്രാളത്തോടു കൂടിയാണ് വെള്ളം ഗ്ലാസ്സൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ദേഹത്തൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നത്, ശ്രദ്ധിച്ചു കൊടുക്ക് ചന്ദ്ര എന്ന് പറയാണ്. അങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം അവർ പറയുന്നുണ്ട്, ഇന്ന് തന്നെ വരണട്ടാ എന്നും പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, വെള്ളം കുടിക്കാൻ വന്ന് അഡ്രസ്സും ചോദിക്കാൻ വന്ന ആൾക്കാർ നിന്നോട് എവിടേക്കാ ചെല്ലാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നോട് എവിടേക്ക് ചെല്ലാൻ പറഞ്ഞു, എവിടേക്കും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ വരട്ടെ എന്നാണ് അവർ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. പോകട്ടെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടതെന്ന് പറയുമ്പോൾ, നിങ്ങൾ കേട്ടില്ലേ, നിങ്ങൾക്ക് ചെവിടിനെന്തോ കുഴപ്പമെന്നാ വേറെ അടുത്ത ഏതെങ്കിലും ഡോക്ടറെ പോയി കാണിക്കുക എന്ന് ചന്ദ്ര രവീന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പൊ രവീന്ദ്രനായൊരു സംഗതി അങ്ങ് വിടുകയാണ്. അതിനുശേഷം വേഗം തന്നെ തൻ്റെ റൂമിലേക്ക് കയറിയിട്ട് അവിടെ ഇരുന്നിരുന്ന ആ 1,00,000 രൂപയുണ്ടല്ലോ അത് ബാഗിലാക്കിയിട്ട് വേഗം പുറത്തേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ്. അപ്പൊ ആ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാ ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ ഭാമയുടെ അരികിലേക്കാണ്, ഭാമയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു, അവിടെ കൂടെ ഒന്ന് പോകണം എന്ന് പറയുമ്പോൾ ശരി എന്നും പറഞ്ഞ് രവീന്ദ്രൻ അവിടെ പേപ്പറും വായിച്ചിരിക്കുകയാണ്. അപ്പൊ ചന്ദ്ര വേഗം ധൃതിപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ സച്ചിൻ രേവതി റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ സച്ചി ആണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അതെ എൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വളരെ വിഷമത്തോടു കൂടിയല്ലേ അന്ന് പോയത്, അതിനുശേഷം ഞാൻ അവരെ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണം, അതിനെന്താ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് ആ ഫിനാൻസറെ ഒന്ന് കാണണം, അയാൾക്ക് കുറച്ച് പണം കൊടുക്കാനുണ്ട്, അയാൾ ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ ആൾ പെശക എന്ന് പറയുമ്പോൾ, എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ പോരും, ഞാൻ നിന്നെ അവിടെ ഇറക്കി വിടാം എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുന്നിട്ട് അങ്ങനെ 2 പേരും അച്ഛനോട് യാത്ര പറഞ്ഞ് അച്ഛനോട് കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോള് തിരക്ക് പിടിച്ച് ഇപ്പം തന്നെ ഒന്നും വരാൻ നിൽക്കണ്ട, സമാധാനമായിട്ട് വന്നാൽ മതി എന്ന് രേവതിയോട് പറയാണ്. അങ്ങനെ 2 പേരും കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ചന്ദ്രൻ നടന്നു പോകുന്നത് കാണുന്നുണ്ട്. അപ്പൊ രേവതി പറയാണ്, അമ്മയല്ലേ നടന്നു പോകുന്നത്, നമുക്ക് അമ്മയെയും കൂടി കാറിൽ കയറ്റി കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ, നീ നിന്റെ കാര്യം നോക്ക്, ഇനിയിപ്പോൾ അവരെ കാറിലേക്ക് കയറ്റാൻ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെന്തേലും വർത്താനം അവർ പറയാൻ നിൽക്കും, അവരെവിടേക്കെന്ന് വെച്ചാൽ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിയും രേവതിയും മാത്രമാണ് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രയാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഭാമയെ വിളിക്കുന്നുണ്ട്.
ഭാമേ നീ എവിടെയാണ്, ഞാനിങ്ങനെ പലിശക്കാശ് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് ഭാമ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നാൽ ശരി എന്നും പറഞ്ഞ് അവൾ പോവുകയാണ്. അങ്ങനെ അടുത്ത് ഒരു ഓട്ടോ കിട്ടുമ്പോൾ ആ ഓട്ടോയിലും കയറിയിട്ടാണ് പോകുന്നത്. അങ്ങനെ സച്ചിൻ രേവതിയും ആ ഒരു കാര്യത്തെ പറ്റി തന്നെ പറയുന്നുണ്ട്. അതായത് സുധി പൈസ എടുത്തതായിരിക്കുമോ അല്ലെങ്കിൽ അമ്മ സുധിക്ക് പൈസ കൊടുത്തതായിരിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇങ്ങനെ സംശയങ്ങളൊക്കെ അവരിങ്ങനെ പരസ്പരം പങ്കുവെക്കുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ രേവതിയുടെ സഹോദരൻ ശരത്ത് ഒരു കൂട്ടുകാരനോട് ഈ ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരനാണെങ്കിൽ ആ ബൈക്ക് മോഷ്ടിച്ച ആ ഒരു കൂട്ടുകാരൻ അവൻ പറഞ്ഞിട്ടാണ് സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചത്. അവൻ ഇത്തിരി നല്ല നടപ്പൊന്നുമല്ല, ഇത്തിരി പെശക് പിടിച്ചൊരു പയ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനോട് ഈ ഒരു കാര്യം പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ ചെയ്തത് തെറ്റായി, അന്ന് ആ ബൈക്ക് മോഷ്ടിച്ചപ്പോൾ നീ മുഖം മറച്ചിട്ട് ആവണമായിരുന്നു മോഷ്ടിക്കേണ്ടത്. ഇതാണ് പറയുന്നത്. അതെ, നമ്മളെ ആരെങ്കിലും അപമാനിച്ചു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും അതിന് പകരം വീട്ടില്ല, നമ്മൾ തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരിക്കണം. അപ്പോൾ എന്തായാലും എൻ്റെ അമ്മയുടെയും എൻ്റെ ചേച്ചിയുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ അവിടുത്തെ ആ മരുമകൾ എൻ്റെ മുഖത്തടിക്കുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ശരത്ത് വിഷമം ഇങ്ങനെ പറയാണ്. ആ സമയത്ത് തന്നെയാണ് ചന്ദ്ര പോകുന്നതും കാണുന്നത്. അപ്പൊ ചന്ദ്ര പോകുന്നു എന്ന് പറയുമ്പോൾ നീ വായോ എന്നും പറഞ്ഞ് ബൈക്കിന്റെ പുറകിലിരുത്തിയിട്ട് അവരുടെ കയ്യിൽ പൈസയുണ്ട്, 1,00,000 രൂപയുണ്ട്. ആ ഓട്ടോക്കാരൻ എൻ്റെ ആളാണ്, ആൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ പൈസ നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രയെ പാതി വഴിയിൽ വെച്ചിട്ട് ഓട്ടോക്കാരൻ ഇറക്കി വിടുന്നുണ്ട്. വണ്ടി കംപ്ലൈന്റ് ആയെന്ന് കളവ് പറഞ്ഞുകൊണ്ട് തന്നെ. അങ്ങനെ ചന്ദ്ര പിന്നീട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ശരത്തും കൂട്ടുകാരനും 2 വീലറിൽ വരികയാണ്. മുഖം മറച്ച് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ചന്ദ്രയുടെ കയ്യിലിരിക്കുന്ന ആ ബാഗ് തട്ടിപ്പറിച്ച് അവർ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നിന്നും ആ 1,00,000 രൂപ എടുത്ത് ബാഗ് വീണ്ടും അവർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ചന്ദ്രയാണെങ്കിൽ റോട്ടിലിരുന്ന് ഭയങ്കര കരച്ചിലാണ്. അയ്യോ എൻ്റെ ബാഗ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ആ സമയത്ത് എല്ലാവരും 1-2-3 പേരൊക്കെ ഇങ്ങനെ ഓടിക്കൂടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റി ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ ബാഗ് ഇതേ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണാവോ ഇപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, പോലീസ് സ്റ്റേഷൻ എന്നാൽ കംപ്ലൈൻറ്റ് കൊടുക്കായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ്, ഇപ്പം അതിന് പോയാൽ ശരിയാവില്ല, കാരണം ഫിനാൻസിൽ നിന്ന് ആൾക്കാർ എന്നെ തിരഞ്ഞു വന്നിട്ടുണ്ട്, അയാളെ കണ്ട് വിവരം പറയാം, ഇനിയിപ്പോൾ എന്താ അയാളോട് പറയാം ഞാൻ എന്നുള്ള സങ്കടത്തിൽ വേഗം ചന്ദ്ര ആ ഫിനാൻസറെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഫിനാൻസറുടെ അരികിലേക്ക് വളരെ പാവത്താൻ്റെ പോലെ പതുക്കെ ചെല്ലുകയാണ് ചന്ദ്ര. അപ്പം ചന്ദ്ര വന്നോ, എവിടെയാ പലിശക്കാശ് എന്ന് ചോദിക്കുമ്പോൾ സാറേ എൻ്റെ കയ്യിലിരുന്നിരുന്ന പൈസ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്, അത് 2 കള്ളന്മാർ വന്ന് എൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു, ബാഗിൽ ഉണ്ടായിരുന്ന പൈസ അവർ മുഴുവൻ എടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പുതിയ കള്ളങ്ങളും പുതിയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം സത്യമാണ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് പൈസയുടെ സമയത്ത് എനിക്ക് കറക്റ്റ് പൈസ കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്തായാലും ഇങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അവിടുത്തെ ഒരു സ്ത്രീയോട്, തടിച്ചിട്ട് ഒരു സ്ത്രീ വരുന്നുണ്ട്, അവരോട് ഇവരെ നമ്മൾ ഇടുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിടാൻ പറയാണ്. പൈസ കിട്ടാതെ വരുമ്പോൾ ഒരു ഗോഡൗൺ പോലെ ഒരു റൂമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിടാൻ, എന്നിട്ട് പൂട്ടി താക്കോല അവർ കൊണ്ടുവയ്ക്കും. അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ പെണ്ണ് വേഗം തന്നെ ചന്ദ്രയെ പിടിച്ചു വലിച്ച് ആ ഗോഡൗണിൽ കൊണ്ടുവന്നിട്ട് അവിടെ പൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. ചന്ദ്രയാണെങ്കിൽ ഒരു ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ അയ്യോ എന്നെ തുറന്നു വിട് എന്നും പറഞ്ഞ് അതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതേ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിക്ക് പെട്ടെന്ന് സച്ചി പറയുന്നുണ്ട്, എന്തായാലും നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോകണ്ടേ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അടുത്തൊരു കടയുടെ അവിടെ നിർത്തുമ്പോഴായിരിക്കും സച്ചിക്ക് ആ ഒരു കോള് വരുന്നത്. അപ്പോൾ സച്ചിക്ക് ഒരു ഓട്ടം വന്നതാണ്, എത്രയും പെട്ടെന്ന് പോകണം എന്ന് ആ ഓട്ടത്തിനായിട്ട്. അപ്പം രേവതിയോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നീ എന്തായാലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോളോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൊക്കോളാം എന്ന് രേവതി പറയണം. അങ്ങനെ ഓട്ടോ കാശ് നീ ഓട്ടോറിക്ഷയ്ക്ക് പോയാൽ മതി, ബസ്സിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷ കാശ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ് വാങ്ങിക്കാനുള്ള പൈസ എടുത്ത് കൊടുക്കുന്ന സമയത്ത് പോക്കറ്റിൽ ആ ഫിനാൻസർക്ക് കൊടുക്കാനുള്ള പൈസ ഇരിക്കണം. അയ്യോ ഇതിരിക്കുന്നുണ്ടല്ലോ എൻ്റെ കയ്യിൽ. അയാളാണെങ്കിലും സമയം വൈകിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ആ പൈസ എടുത്തിട്ട് രേവതിയോട് ചോദിക്കുകയാണ്, രേവതി നിനക്കിത് അവിടെ ഒന്ന് അടയ്ക്കാൻ പറ്റുമോ, എന്നിട്ട് നീ പൊക്കോളോ വീട്ടിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല ഇങ്ങോട്ട് ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞ് രേവതി ആ പൈസ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഫിനാൻസർ അരികിലാണ് ചന്ദ്ര ഗോഡൗണിൽ പൂട്ടിക്കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും ചോദിച്ച് സച്ചി തൻ്റെ കാറും എടുത്തിട്ട് ആ ഓട്ടത്തിന് പോവുകയാണ്. അപ്പോൾ രേവതി പൈസയും വാങ്ങി
ഫിനാൻസറുടെ അരികിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് പൈസ ഞാൻ സച്ചിയുടെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ എന്തേ സച്ചി എന്ത് ഇപ്പോഴും പൈസ കുറച്ചാണോ കൊണ്ടുവന്നിട്ടുള്ളത്? ഇന്നാൾ വന്നതും പൈസ കുറവായതുകൊണ്ട് അവനവിടെ മറിഞ്ഞു നിന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇല്ല, ഇപ്രാവശ്യം പൈസ കറക്റ്റുണ്ട്, കുറവൊന്നുമില്ല എന്ന് രേവതി പറയാണ്. അദ്ദേഹത്തിന് ഒരു ഓട്ടം വന്ന് അത് പോയതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൈസ എന്നാൽ ശരി ഇതേ അവിടെ കൊടുത്തോ എന്നും പറഞ്ഞ അയാൾ ഒരു ഫയലും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഒരു ലേഡി അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ലേഡി പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ കണക്ക് എന്ന് പറഞ്ഞിട്ട് കണക്കൊക്കെ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് പൈസ ഒക്കെ വാങ്ങിക്കുന്ന ഇടയിലാണ് ചന്ദ്രയുടെ ഈ ഒരു ഒച്ച കേൾക്കുന്നത്. എന്നെ തുറന്നു വിട്, ആരുമില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ടുള്ള ബഹളങ്ങൾ കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രയാണ് എന്ന് രേവതിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ പറയുന്നുണ്ട് ആരാണ് ആ ഒച്ച എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഇവിടെ പലിശയ്ക്ക് പൈസ മേടിച്ചിട്ട് പലിശയും മുതലും തരാതെ ഒരു സ്ത്രീ പറ്റിക്കുകയുണ്ടായിരുന്നു, അതിനെ പിടിച്ചു പൂട്ടിയിട്ടതാണ് എന്ന് പറയുന്നുണ്ട്. അയ്യോ അങ്ങനെയൊക്കെ പൂട്ടിയിടാൻ പാടുണ്ട്, അതൊക്കെ തെറ്റല്ലേ എന്ന് ചോദിക്കുന്നു രേവതി. അങ്ങനെയൊന്നുമില്ല, ഇവിടെ അങ്ങനെ ഒരു റൂമേ ഉണ്ട് പൈസ തരാത്തവരെ പൂട്ടിയിടാനായിട്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ തെറ്റാണെന്നും പറഞ്ഞ് രേവതി താഴോട്ട് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് വീണ്ടും ഈ ഒച്ച കേൾക്കുമ്പോൾ രേവതിക്ക് ചന്ദ്രയുടെ ശബ്ദമാണ് അതെന്ന് മനസ്സിലാകുന്നു. അയ്യോ ഇത് അമ്മയുടെ ഒച്ചയാണല്ലോ, അമ്മേ എന്നും വിളിച്ചിട്ട് രേവതി അതിൻ്റെ അരികിലേക്ക് ആ റൂമിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ചന്ദ്രയ്ക്ക് രേവതിയുടെ ശബ്ദം മനസ്സിലാവാണ്. അയ്യോ രേവതിയാണല്ലോ എന്നും പറഞ്ഞ് വേഗം തന്നെ ഒരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ രേവതി അമ്മേ എന്നും പറഞ്ഞ് വേഗം ആ റൂമിൽ ഇങ്ങനെ നോക്കി വിളിക്കുമ്പോൾ ചന്ദ്ര മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ ചന്ദ്രനെ കാണുമ്പോൾ രേവതിക്ക് വിഷമാവുന്നുണ്ട്. അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ വരുന്നുണ്ട്. അപ്പോൾ പറയാണ് ഇവരാണ് പൈസ തരാതെ പലിശയ്ക്ക് പൈസ എടുത്തിട്ട് തരാതെ നടക്കുന്നത്, പലിശയിലൊന്നും തരാത്തത് കൊണ്ട് എന്ന് പറയുന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇതെൻ്റെ അമ്മായിമ്മയാണ്, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്, ഇവരെ വിട്ടയക്കണമെന്ന് പറയുമ്പോൾ അതൊന്നും രക്ഷയില്ല, പൈസ തരാതെ ഒരാളെയും വിട്ടയക്കില്ല എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ് രേവതി അത് ശരി അങ്ങനെയാണോ, എന്നാൽ ഞാനേ എൻ്റെ ഭർത്താവിനെ ഞാനിപ്പോൾ വിളിച്ച് വരുത്താം, അമ്മ വിഷമിക്കാതിരിക്കട്ടെ, അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാനിപ്പോൾ സച്ചിയേട്ടനെ വിളിക്കാം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഡി വിളിക്കണ്ടേ എന്ന് പറയാണ്. പക്ഷേ അമ്മ പേടിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും ചെയ്യാൻ ഒരാളും സമ്മതിക്കരുതെന്നും പറഞ്ഞ് തൻ്റെ ഫോൺ എടുത്തിട്ട് സച്ചിയെ വിളിച്ച് വിവരം പറയാണ്. അമ്മ ഫിനാൻസറെ കയ്യിൽ നിന്നും പലിശയ്ക്ക് പൈസ എടുത്തിട്ട് പൈസ അടയ്ക്കാത്തത് കൊണ്ട് അമ്മ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആഹാ അമ്മ അതിൻ്റെ ഇടയിൽ ആ ഒരു കളിയും കൂടി കളിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. അതിനുശേഷമാണെങ്കിൽ സച്ചി പറയാണ് എന്തായാലും ഈ ഓട്ടം ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞാൻ ദേ വരുന്നു, നീ ഒരു കാര്യം ചെയ്യും അച്ഛനെ വിളിച്ച് വേഗം വിവരം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനെ വിളിക്കാം എന്ന് പറയുന്നുണ്ട് ചന്ദ്രയോടായിട്ട്. നീ അവരൊന്നും വിളിക്കല്ലേ എന്ന് വീണ്ടും ചന്ദ്ര എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പറയാണ്. പക്ഷെ അമ്മ പേടിക്കണ്ട, ഞാൻ വിളിക്കാം, അമ്മയെ ഇവിടെ നിന്ന് ഞാൻ രക്ഷിച്ചുകൊണ്ട് പോകാം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ രേവതി അച്ഛനെ വേഗം വിളിച്ച് അച്ഛനോടും വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ കൂടെ സുധിയൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ സുധിയും അതുപോലെ രവീന്ദ്രനും സച്ചിയും കൂടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് നേരെ ഫിനാൻസറുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഫിനാൻസറോട് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ അമ്മയാണത്, അവരെ തുറന്നു വിടണമെന്ന് പറയുമ്പോൾ അത് ശരി സച്ചിയുടെ അമ്മയായിരുന്നോ അത് എന്ന് ആ ഫിനാൻസർ ചോദിക്കുന്നൊക്കെയുണ്ട്. ആ ഒരു സമയത്താണ് എല്ലാവരും അവിടേക്ക് കടന്നു വരുന്നത്. ബാക്കി എന്താകുന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കേൾക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്